60 വയസ്സ് കഴിഞ്ഞൊരാൾ നിങ്ങളുടെ വീട്ടിലില്ലേ? അതോ നിങ്ങൾക്ക് തന്നെ 60 വയസ്സ് കഴിഞ്ഞു? After 60, what actually needs to stop so life can feel better? വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതല്ല, അങ്ങനെയാണ് പലരും കരുതുന്നത്. പെട്ടെന്നൊരു വീഴ്ച, അല്ലെങ്കിൽ മാരകമായ ഒരു ഡയഗ്നോസിസ്, അതുമല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ്. പക്ഷെ സത്യത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇറ്റ് ഹാപ്പൻസ് വെരി ക്വയറ്റ്ലി. തളർച്ച തോന്നുമ്പോഴും എല്ലാവരോടും യെസ് പറയുന്ന സ്വഭാവം, പ്രസന്റിൽ ജീവിക്കുന്നതിന് പകരം ഓൾ റിഗ്രറ്റ്സിൽ ജീവിക്കുന്ന രീതി, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് റെഗുലർ ചെക്കപ്സിനെ ഒഴിവാക്കുന്ന ശീലം. ഈ മാറ്റങ്ങൾ ആ വ്യക്തി അറിയുന്നതിനേക്കാൾ മുൻപേ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എനർജി ഇല്ലാതാവുന്ന തോന്നൽ, പെട്ടെന്നുള്ള ദേഷ്യം, ടെക്നോളജിയോടുള്ള പേടി, മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള മടി. മക്കൾക്കിത് പറയാൻ ആഗ്രഹമുണ്ടാവും, പക്ഷേ അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയാലോ എന്ന് അവർക്കുള്ള പേടിയും ഉണ്ടാവും. അവർ അതുകൊണ്ട് മിണ്ടില്ല. പേരൻസിനാകട്ടെ സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും മറ്റുള്ളവർ തങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ, നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലും വരും. അങ്ങനെ രണ്ടു കൂട്ടരും മൗനം പാലിക്കും. ആൻഡ് ദി ഇയേഴ്സ് പാസ് ഹെവിയർ ദാൻ ദി നീഡ് ടു. അപ്പോൾ 60 കഴിഞ്ഞവർ ശരിക്കും എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? ക്വിറ്റ് പീപ്പിൾ പ്ലീസിംഗ്. ക്വിറ്റ് ലിവിംഗ് ഇൻ ദ പാസ്റ്റ്. പഴയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നത് നിർത്തുക. ക്വിറ്റ് ഫിയറിംഗ് ചേഞ്ച്. നിങ്ങളുടെ ശരീരത്തിന്റെ പുതിയ നീഡ്സ് അവഗണിക്കുന്നത് നിർത്തുക. കാരണം 60കൾക്ക് ശേഷം ജീവിതം ചെറുതാകേണ്ട കാര്യമില്ല. പഴയ ശീലങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ് ജീവിതം ഭാരമാകുന്നത്. വെൻ ദാറ്റ് ചേഞ്ചസ്, ഏജിംഗ് എന്നത് ഒരു കുടുംബ പ്രശ്നമല്ലാതാകും. പകരം അതൊരു ഷെയർഡ് റിലീഫ് ആയി മാറും. ആദ്യം ആരോഗ്യം.